ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ഒരു ബിരിയാണി വെച്ചു. അതായത് ഞങ്ങളുടെ കാണിക്ക ഏജൻസീസിൽ നിന്ന് വാങ്ങിച്ച പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ ഞായറാഴ്ചയാണ്, പിന്നെ അടിച്ച് പൊളിക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ചിക്കൻ വറുത്തിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത്. ഇതാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് കുക്കർ ബിരിയാണിയാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ പിടിക്കണമെന്ന് ഓർത്തത്. പിന്നെ നമ്മൾ നല്ലൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഒരു സാലഡ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, അതുപോലെ നമ്മളൊരു അച്ചാറുണ്ടാവും. അത് നാരങ്ങച്ചാറായിരിക്കും. അപ്പോൾ നല്ല കറുത്ത കളറായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമുക്ക് വറുത്ത് വെച്ച കാരണം കൊണ്ട് തന്നെ പ്രത്യേകിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിയുടെ ചിക്കൻ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കളറല്ലേ. പിന്നെ നമ്മുടെ പുതിയ പാത്രത്തിലാണ് ഉണ്ടാക്കിയത്, അതും ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ നാരങ്ങച്ചാറ് നമ്മുടെ കഴിഞ്ഞൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ തോളൂരിൻ്റെ നാരങ്ങച്ചാറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനും സാലഡും ബിരിയാണിയും അച്ചാറും അതായിരുന്നു നമ്മുടെ ഉച്ചയിലത്തെ ഫുഡ്. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചു. കാരണം നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഒരു ഐസ്ക്രീം കഴിക്കാമല്ലോ എന്ന് വെച്ചു. അങ്ങനെയാണ് നമ്മളൊരു ഐസ്ക്രീം കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലത്തെ ഫുഡായിരുന്നു അന്ന്. രാത്രി അപ്പോൾ ചിക്കൻ്റെ കൂടെ അവർക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്തു. നമ്മുടെ അലങ്കാരിലത്തെ സൂപ്പർ പൊറോട്ട, തൃശ്ശൂരിൻ്റെ സ്വന്തം അലങ്കാറിൻ്റെ സ്വന്തം പൊറോട്ട. അങ്ങനെ ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കനും ആയിരുന്നു രാത്രി. അപ്പോൾ അതൊന്നും മിസ്സാക്കിയില്ല. അപ്പോൾ ഞങ്ങൾ ചിക്കനും പൊറോട്ടയൊക്കെ കഴിച്ചു. അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു സൺഡേ അവസാനിച്ചത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ സൺഡേ സൂപ്പറായിട്ട് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോയി. അതാണ് സൺഡേയിലത്തെ വിശേഷമായിരുന്നത്. അപ്പോൾ റോസ്മോൾ പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോവാം അമ്മ, അപ്പോൾ അത് കാണിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റോസ്മോൾ വിളിച്ചൊക്കെ നിന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു. നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും.